ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റേതാക്കി മാറ്റാൻ നടന്നത് ആസൂത്രിത ശ്രമം. ദേശീയപാതയ്ക്ക് വിട്ടുനൽകിയ ദേവസ്വം ബോർഡിന്റെ ഭൂമിയുടെ നഷ്ടപരിഹാരം കൈക്കലാക്കാൻ സർക്കാർ തേടിയത് കുറുക്കുവഴികൾ. നഷ്ടപരിഹാര തുക സർക്കാരിലേക്ക് എത്തിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി കൈമാറ്റ വ്യവസ്ഥ ഉപയോഗിച്ചാണ്. സ്വയംഭരണാവകാശമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ദേവസ്വം ബോർഡും സർക്കാർ അധീനതയിലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഇന്നലെ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ഇതിൻ്റെ തുടക്കം, അതായത് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിരുന്നു. സർക്കാർ ദേവസ്വം ഭൂമി കൈക്കലാക്കാൻ പല വഴിക്ക് സർക്കാർ ശ്രമിച്ചുവെന്നും ദേശീയപാത വികസനത്തിനായി വിട്ടുനൽകിയ ക്ഷേത്രഭൂമികളുടെ പണം കൈപ്പറ്റിയെന്നുമൊക്കെയുള്ള വാർത്ത നമ്മൾ ഇന്നലെ നൽകിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. പിന്നിൽ കുറുക്കുവഴികൾ ഉണ്ടായിരുന്നു. പാടില്ലാത്തതാണ് ആ വഴി ഉപയോഗിച്ചാണ് ഈ ധനമൊക്കെ സമ്പാദിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്, അല്ലേ? കൃഷ്ണരാജ്, അതായത് ഈ ദേവസ്വം ഭൂമികൾ കൈപ്പറ്റുന്നത് അല്ല ദേവസ്വം ഭൂമികൾ കൈക്കലാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ നീക്കം, ഒരു ഗൂഢശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനായി തന്നെ പ്രത്യേകം ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടും ആണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഒരു വലിയ ശ്രമം, അതായത് ദേവസ്വം ഭൂമിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ദേവസ്വത്തിൻ്റെ സ്വത്ത് ആയി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ നീക്കം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് എത്തുമ്പോഴാണ് അതിലേക്കൊരു മറ്റൊരു നീക്കമാണ് ഇപ്പോൾ ഇത് സമാനമായ രീതിയിൽ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് സർക്കാർ തന്നെ ഉത്തരവ് ഇറക്കുക, ആ ഉത്തരവിൻ്റെ പുറത്ത് തന്നെ ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത്. അതായത് ദേവസ്വം ബോർഡ് സംവിധാനം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുവകകളെല്ലാം ഒരു സ്വതന്ത്ര സംവിധാനത്തിൻ്റെ കീഴിലാണ്, സ്വതന്ത്രമായിട്ടുള്ളൊരു അധികാരം ഉള്ളൊരു സംവിധാനമാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ആ സ്വതന്ത്ര സംവിധാനത്തെ എല്ലാം ബലികഴിച്ചുകൊണ്ട്, അതിൻ്റെ ഒരു ഭരണ സംവിധാനത്തെ എല്ലാം ബലികഴിച്ചുകൊണ്ടാണ് ഈ സ്വത്തുക്കൾ കൈക്കലാക്കുന്നതിനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിനായിട്ടാണ് ഇത്തരം കുറുക്കുവഴികൾ സർക്കാർ ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ക്ഷേത്രഭൂമികൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷേത്രഭൂമികൾ ഏറ്റെടുത്തതിൻ്റെ ആ നഷ്ടപരിഹാര തുക സർക്കാരിൻ്റേതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സർക്കാർ കൈപ്പറ്റുന്നതിനായിട്ടുള്ള ഒരു നീക്കങ്ങളാണ് നടത്തുന്നത്. അതിന് ബന്ധപ്പെട്ട് 2021 ഇറക്കിയ ഒരു ഉത്തരവും ആ ഉത്തരവിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ തന്നെ ദേവസ്വം ബോർഡിൻ്റെ നഷ്ടപരിഹാര തുക കൈപ്പറ്റുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത്. അതായത് ഇത്തരത്തിൽ ഈ സ്വതന്ത്ര സംവിധാനങ്ങളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള അതിന് സമാനമായ രീതിയിലാണ് ഈ ദേവസ്വം ബോർഡും എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ നിലയ്ക്കൊരു ഉത്തരവ് കൂടി ഇറക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ദേവസ്വം ഭൂമി കൈപ്പറ്റുന്നതിനുള്ള അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്വത്ത് കൈപ്പറ്റുന്നതിനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നതാണ് ഈ എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ ഏറ്റെടുക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ചെറുത് വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളുമെല്ലാം ഏറ്റെടുക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. നിരവധി ക്ഷേത്രഭൂമി അങ്ങനെ ഭക്തരടക്കം വിട്ടുകൊടുക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ക്ഷേത്രഭൂമിക്ക് നിന്നും കിട്ടേണ്ട നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് അത് ദേവസ്വം ബോർഡിൻ്റെ തുകയാണ്. ദേവസ്വം ബോർഡിന് കിട്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റേതായിട്ടുള്ള ക്ഷേത്ര വികസനത്തിനും മറ്റ് അടിയന്തര സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട തുകയാണ്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ദേവൻ്റെ കാര്യത്തിന് വേണ്ടിയും ക്ഷേത്രകാര്യങ്ങൾക്കും വേണ്ടിയും ചിലവഴിക്കുന്ന തുക സർക്കാർ മറ്റൊരു ഉത്തരവിറക്കിക്കൊണ്ട് ഇത് വിട്ടു നൽകിയത് സർക്കാരിൻ്റേതാണ്, അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമിയാണ്. ദേവസ്വം ഭൂമികൾ എന്ന് പറയുന്നത് അത് ബോർഡിൻ്റേതാണെങ്കിൽ പോലും അത് സർക്കാർ വിട്ടു നൽകിയ ഭൂമിയാണ്, അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുത്തി തീർത്തുകൊണ്ട് അതിന് പ്രത്യേകം ഇത് ഒരു നിലയിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരം ഉത്തരവുകൾ ആദ്യം തന്നെ ഇറക്കുന്നത്. 2021 ഒരു ഉത്തരവ് ഇറക്കുന്നു. ആ ഉത്തരവിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് 2023 ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക കൈപ്പറ്റുന്ന നിലയിലേക്കെല്ലാം സംസ്ഥാന സർക്കാർ എത്തിയത് എന്നാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഭൂമികൾ സർക്കാർ കൈപ്പറ്റുന്നതിന് വേണ്ടി ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റേതാക്കി മാറ്റാൻ നടന്നത് ആസൂത്രിത ശ്രമമെന്ന് ബ്രേക്കിംഗ് ന്യൂസിന് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.